കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞാ ചടങ്ങില് അദ്ദേഹത്തിന്റെ പേര് പൂർണ്ണമായിട്ട് പറഞ്ഞു. അതിന്റെ പേരിൽ അന്തിച്ചർച്ച വരെ ഇന്നലെ നടന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് അദ്ദേഹം പൂർണ്ണമായി പറഞ്ഞു. ഈ മേനോൻ എന്ന് കേട്ടതും കുറെ ആളുകൾക്ക് അങ്ങ് കുരുപൊട്ടി. അങ്ങനെ പറയാൻ പാടുണ്ടോ, അങ്ങനെ പറഞ്ഞത് തെറ്റായി എന്ന് വേണ്ട, അതൊരു വലിയ പ്രശ്നമായി. നമ്മുടെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം പേര് പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലില്ലേ? മുഖ്യമന്ത്രിയുടെ സ്ഥിതി ഇതാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ ആളുകളുടെ അവസ്ഥ എന്താണ്? മേനോൻ എന്ന് കേൾക്കുമ്പോൾ ആർക്കാണ് പ്രശ്നം? എന്താണ് പ്രശ്നമെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഒരു കാലത്ത് നമ്മുടെ നാട്ടില് ജാതിയുടെ പേരിൽ വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇതിന്റെ ചരിത്രത്തെ ബോധപൂർവം മൂടി വെച്ചുകൊണ്ട് കൊളോണിയൻ കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് ചരിത്രത്തെ അതേപടി വിഴുങ്ങിക്കൊണ്ടാണ് പലരും ഈ വിഷയത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ജാതി വ്യവസ്ഥയുടെ ഉത്ഭവത്തെയും അതിന്റെ പരിണാമത്തെയും കുറിച്ച് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. പുരാതന കാലത്ത് ഒരു സമൂഹത്തിന്റെ സുഗമമായ നിലനിൽപ്പിന് ആവശ്യമായ പലതരം ജോലികൾ ആളുകൾക്ക് വിഭജിച്ച് നൽകിയതിലൂടെയാണ് ഇതിന്റെ തുടക്കം. ഞാൻ ഒരു ജാതിയുടെ പേരും ഇവിടെ എടുത്തു പറയുന്നില്ല, അല്ലാതെ തന്നെ ലളിതമായി ഈ കാര്യം പറയാം. എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് എങ്ങനെയാണ് അറിവ് കൈമാറ്റം ചെയ്യപ്പെട്ടത്? ഒരു ശില്പിയായിട്ടുള്ള ആള് അദ്ദേഹത്തിന്റെ അറിവുകൾ അദ്ദേഹത്തിന്റെ മക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ പകർന്നു കൊടുക്കുന്നു. എങ്ങനെയാണ്? എഴുതിയിട്ടല്ല. അന്ന് അറിവ് പകർന്നു കൊടുക്കുന്നത് പറഞ്ഞു കൊടുത്താണ്, വായ്മൊഴിയായിട്ടും പിന്നെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊണ്ടുമാണ്. അതായത് ഒരാൾ തൊഴിൽ പഠിക്കാനായിട്ട് അച്ഛൻ്റെ കൂടെയോ കുടുംബത്തിൽ ആരുടെയെങ്കിലും കൂടെയോ കയറി അങ്ങ് നിൽക്കുന്നു. വർഷങ്ങളോളം എടുത്ത് കണ്ടും കേട്ടുമാണ് പഠിക്കുന്നത്, എഴുതി വെച്ചായിരുന്നില്ല പഠിക്കുന്നത്. അങ്ങനെ ആ തൊഴിൽ പഠിച്ചെടുക്കുന്നു. അപ്പൊ അച്ഛൻ അറിയാവുന്ന കാര്യങ്ങളെല്ലാം അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. ഇതിങ്ങനെ പല പല തലമുറകളായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെയായിരുന്നു ഒരു കാലത്ത് അറിവ് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് ഇന്ത്യയിൽ. അപ്പൊ യഥാർത്ഥത്തിൽ പുരാതന കാലത്ത് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ പലതരം ജോലികൾ ആളുകൾക്കിടയിൽ വിഭജിച്ച് നൽകപ്പെടുകയും പിന്നീട് അത് പാരമ്പര്യമായിട്ട് ഒരു ഫാമിലിയിലോ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിന്റെ ഉള്ളിലോ തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ട് വരികയും ചെയ്തതിലൂടെയാണ് ജാതി എന്ന് തോന്നുന്ന ഒരു വ്യവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നത്. ധാരാളം ജാതികൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്ന ബ്രാഹ്മണന്മാര്, ഒരാള് ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാവുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ പുരാതന കാലം തൊട്ടേ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ പിന്നീട് എപ്പോഴോ ഇത് ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു കാലത്ത് കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു ഒരാളുടെ കുലം അല്ലെങ്കിൽ തൊഴിൽ നിശ്ചയിച്ചിരുന്നതെങ്കിൽ പിന്നീട് എപ്പോഴോ അത് കഴിവിനേക്കാൾ പ്രാധാന്യം ജനനം എന്നതിന് വന്നു തുടങ്ങി. അതായത് ഇപ്പൊ ബ്രാഹ്മണന്റെ മകൻ കഴിവില്ലെങ്കിലും ബ്രാഹ്മണനായിട്ടും സേവനം ചെയ്യുന്നവന്റെ മകൻ എത്ര മിടുക്കനായാലും ശൂദ്രനായിട്ടും ജീവിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ഈ ജാതി മാറാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയും ചെയ്തു. ഏതോ ഒരു ഘട്ടത്തിൽ രാജാവോ കുടില ബുദ്ധിക്കാരായിട്ടുള്ള ആൾക്കാരോ ചെയ്തു വെച്ചൊരു കാര്യം, അവരവരുടെ കയ്യിൽ തന്നെ അധികാരം നിലനിർത്താൻ, പവർ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ജാതി വ്യവസ്ഥ ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. അധികാരത്തിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു കാര്യം. ആ ഒരു വ്യവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അത് മാറിയില്ലേ? 1947 സ്വാതന്ത്ര്യം കിട്ടുന്നു. അതിനുശേഷം ഇന്ത്യയിൽ ജാതിപരമായിട്ടുണ്ടായിരുന്ന എല്ലാ വിവേചനങ്ങളും അവസാനിക്കുന്നു. ഇന്ന് നമുക്കൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുസരിച്ചുള്ള വ്യവസ്ഥകളും നിയമങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ ഒരാൾ ജാതി അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ ഉപയോഗിക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഈ പറയുന്ന സോ കോൾഡ് ജാതികളെല്ലാം തന്നെ ഒരു കാലത്ത് തുല്യത ഉണ്ടായിരുന്നവരാണ്. സമൂഹത്തിൽ ചരിത്രത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ അത് ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നതുകൊണ്ട് അത് പൂർണ്ണമായും സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റണം എന്ന് പറയേണ്ടതിനകത്ത് എന്ത് യുക്തിയാണുള്ളത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ മതങ്ങൾ ഇവിടെ നിലനിൽക്കുന്നില്ലേ? ഈ മതങ്ങൾ ആരും ഒരു ഉപദ്രവവും ചെയ്യാത്തവരാണോ? ലോകത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കൂട്ടക്കൊലകൾ ചെയ്തിട്ടുള്ളത് മതങ്ങളാണ്. ഞാൻ ഒരു മതത്തിന്റെ പേരും പറയുന്നില്ല, പക്ഷേ ഏറ്റവും അധികം കൂട്ടക്കൊല നടത്തിയിട്ടുള്ളത് മതങ്ങളാണ്. എല്ലാ മതങ്ങൾക്കും അതിൽ പങ്കുണ്ട്. സാമാന്യ വിവരവും വിദ്യാഭ്യാസവും ബോധവുമുള്ള ആർക്കും ഒന്ന് ഗൂഗിളിൽ എടുത്ത് പരിശോധിച്ചാൽ മതി, കൂടുതൽ ഒരിടവും പോണ്ട. മൊബൈൽ ഫോണിൽ ഒന്ന് നോക്കിയാൽ മതി. ഓരോ മതങ്ങളും ഓരോ കാലഘട്ടത്തിലും ചെയ്തിട്ടുള്ള കൂട്ടക്കൊലകൾ, നരഹത്യ, ഒന്നും രണ്ടും പേരെയൊന്നുമല്ല. എന്നിട്ടും ഇന്ന് ആ മതങ്ങൾ നിലനിൽക്കുന്നില്ലേ? ആ മതങ്ങൾ ഇന്ന് ആരാധിക്കപ്പെടുന്നില്ലേ? ദൈവങ്ങൾ ആരാധിക്കപ്പെടുന്നില്ലേ? ഇന്ന് ആളുകൾ അത് ഫോളോ ചെയ്യുന്നില്ലേ? മതം പറയുന്നില്ലേ? ഓരോ മതങ്ങളിലും ജീവിക്കുന്നവർ ആ മതത്തിന്റെ ഭാഗമായതുകൊണ്ട് അഭിമാനിക്കുന്നില്ലേ? അപ്പോ നമ്മുടെ ചരിത്രത്തിൽ മോശമായ പലതും നടന്നിട്ടുണ്ട് എന്നതുകൊണ്ട് അത് പിന്നീട് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം മതങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കപ്പെടണ്ടേ? അപ്പോൾ മതങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ജാതി ആരും പറയാൻ പാടില്ല അല്ലെങ്കിൽ ജാതി പേര് പറയാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് തരം ഇരട്ടത്താപ്പാണെന്ന് എനിക്കറിയില്ല.
മതത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ സംഘടിക്കാം, സംഘടനകൾ ഉണ്ടാക്കാം, യോഗങ്ങൾ കൂടാം, സമരം ചെയ്യാം, മതത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതാം. സ്കൂൾ തലം മുതൽ ഇപ്പൊ ഒരു ഫോം ഫില്ല് ചെയ്യാൻ പോകുന്നിടത്ത് ജാതി, മതം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. ഫോം ഫില്ല് ചെയ്യുമ്പോൾ മതം പറയണം, പിന്നെ ജാതി പറയണം, ഉപജാതി ഉണ്ടെങ്കിൽ അത് പറയണം. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ജാതിയുടെ അടിസ്ഥാനത്തിൽ സംവരണ വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. സോ കോൾഡ് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് കടുത്ത ദാരിദ്ര്യമാണെങ്കിൽ പോലും സമൂഹത്തിൽ പല അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാതിരുന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. ജാതിയും മതവും എല്ലാം കൂടെ ഒക്കെ ചേർന്നതാണ് നമ്മുടെ ഒരു സമൂഹം. ഇപ്പൊ ഒന്ന് കുഴപ്പമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ചോദ്യം ചെയ്യപ്പെടണം. എല്ലാ മതങ്ങളിലും ജാതിക്ക് തുല്യമായ എന്തെങ്കിലുമൊക്കെ എലമെന്റ് നമുക്ക് കാണാൻ പറ്റും. ഓരോ മതവും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര ഗ്രൂപ്പുകൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. പരസ്പരം തമ്മിലടിക്കുന്നത്. നമ്മൾ പറയുന്നതാണ് ശരിയെന്ന് പറയുന്ന വിഭാഗം കാണും, അല്ല ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് പറയുന്നത് കാണും. പല വിഭാഗം മനുഷ്യർ കാണാം. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ജാതി മാത്രമല്ല മതങ്ങളും കൂട്ടക്കൊലകൾ നടത്തിയിട്ടുണ്ട്, ലോക ചരിത്രത്തിൽ നടത്തിയിട്ടുണ്ട്. മതങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ലാതെ ഈ രാജ്യത്ത് നിലനിൽക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് ആരെയും ഉപദ്രവിക്കാത്ത ജാതികൾക്കും നിലനിൽക്കാം. ഇന്നിപ്പോ ഒരാൾ ജാതി പേര് പറയുന്നത് അവരുടെ പാരമ്പര്യം അല്ലെങ്കിൽ ഫാമിലി നെയിം പോലെയാണ് പലരും ഇന്നിവിടെ പറയുന്നത്. അത് പറയുന്നവർക്ക് പറയാം. ഇപ്പൊ വ്യക്തിപരമായി ഞാൻ എൻ്റെ പേരിൽ ജാതി പേര് ഉപയോഗിക്കുന്ന ആളല്ല, ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളുമല്ല. അതേ സമയത്ത് മറ്റൊരാൾക്ക് അത് ഉപയോഗിക്കണമെന്ന് തോന്നിയാൽ അയാൾക്ക് അത് ഉപയോഗിക്കാനുള്ള അവകാശം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം. ആരെങ്കിലും ഒരാൾ, അതിപ്പോൾ സ്വന്തം മുഖ്യമന്ത്രി ആണെങ്കിൽ പോലും അദ്ദേഹം അത് ഉപയോഗിക്കുമ്പോൾ പോലും അത് എന്തോ വലിയ കുഴപ്പം പിടിച്ച കാര്യമാണെന്ന് പറയുന്നവർ സ്വയം അനലൈസ് ചെയ്യുക. മതങ്ങൾ ഓരോ കാലഘട്ടത്തിലും നടത്തിയ കൂട്ടക്കൊലകളെ കുറിച്ച് എന്ന് പറഞ്ഞിട്ട് ആ മതങ്ങൾ ഇന്ന് നിലനിൽക്കുന്നില്ലേ? ആ മതത്തിന്റെ പേര് പറയുമ്പോൾ ആർക്കും നാണക്കേട് തോന്നുന്നില്ല. ഒരു മതം അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ചരിത്രം പരിശോധിച്ചാൽ അത് അറിയാത്ത ഒരു അന്തം വിട്ടുപോകും. കോടിക്കണക്കിന് മനുഷ്യരെ മതങ്ങൾ ഈ ഭൂമിയിൽ കൊന്നൊടുക്കിയിട്ടുണ്ട്. അത്രത്തോളം ഒന്നും നമ്മുടെ നാട്ടിലെ ജാതി വ്യവസ്ഥ കാരണം ആളുകൾ മരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ജാതിയേക്കാൾ അപകടമാണ് മതം എന്ന് പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പണ്ട് പുറകിലോട്ട് ചികഞ്ഞു പോയി കഴിഞ്ഞാൽ കുഴപ്പങ്ങൾ പലയിടത്തും കാണാൻ പറ്റും. അതൊക്കെ മറന്ന് മനുഷ്യൻ അവനവന്റെ രീതിയിൽ ഇന്ന് ജീവിക്കുകയാണ്. ഇന്നിപ്പോ ഉയർന്ന ജാതി ഒരാൾ പേരിനോടൊപ്പം വെച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഇളവ് കിട്ടാനുണ്ടെങ്കിൽ അത് പോയി കിട്ടും. ഇന്ന ജാതിയാണെന്ന് പറഞ്ഞാൽ അവൻ കൂടിയ ജാതിയാണ്. അവൻ ചിലപ്പോൾ ഒരു നേരം ആഹാരം പോലും കഴിക്കാതെ വയറിറുക്കിയായിരിക്കും വന്ന് നിൽക്കുന്നത്, പട്ടിണിയായിരിക്കും. പക്ഷെ ജാതി പേര് കൂടെ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ കിട്ടാനുള്ള ഒരു പരിഗണനയും കിട്ടാതെയാവും. ഇതാ മുഖ്യമന്ത്രി തന്നെ ജാതി പേര് ഒന്ന് പറഞ്ഞുപോയി, അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരിനോടൊപ്പം അതൊന്ന് പറഞ്ഞുപോയി. അത് അദ്ദേഹത്തിന്റെ ഫുൾ റിയൽ നെയിം കൂടിയാണ്. പക്ഷെ അദ്ദേഹം പോലും സമൂഹത്തിൽ വിമർശിക്കപ്പെടുകയാണ്. അപ്പോൾ ഒരു സാധാരണക്കാരന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഏതോ കാലത്ത് ഒരു 10, 50, 100, 200 വർഷം മുമ്പ് ഈ പറയുന്ന സോ കോൾഡ് ഉയർന്ന ജാതിക്കാരിൽപ്പെട്ട ആരൊക്കെയോ ചെയ്ത ക്രൂരതകൾക്ക് ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആളുകളും സഹിക്കണം, അനുഭവിക്കണം എന്ന് പറയുന്നത് തന്നെ ഒരു യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ്. നമ്മുടെ നാട്ടിൽ വേണ്ടത് തുല്യതയാണ്. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണണം. അതിനൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ സിസ്റ്റം തന്നെ എനിക്ക് മാറ്റേണ്ടി വരും. ഇവിടുത്തെ മുഴുവൻ സിസ്റ്റം മാറ്റണം. എല്ലാവരെയും ഒരുപോലെ കാണാൻ നമ്മുടെ സംവിധാനത്തിന് കഴിയാത്തിടത്തോളം കാലം ഒന്ന് കുഴപ്പം പിടിച്ചതാണ്, എൻ്റെത് അടിപൊളി സാധനം, നിങ്ങളുടേത് കുഴപ്പം പിടിച്ചത് എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ നാട്ടിന് ചേരുന്നതല്ല. അത് ഒരു തരത്തിൽ വലിയ ഗൂഢ ലക്ഷ്യങ്ങളും അജണ്ടകളും വെച്ച് പ്രവർത്തിക്കുന്ന പലരുടെയും നീക്കങ്ങളുടെ ഭാഗമാണെന്ന് സാമാന്യ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ജാതി പറഞ്ഞ് ആളുകളെ തമ്മിലടിപ്പിച്ച് നിർത്തുക, അതായത് മനുഷ്യർ തമ്മിലുള്ള ഐക്യത്തിനെ എന്നും തടസ്സപ്പെടുത്തുക, അതൊക്കെയാണ് പലരുടെയും ലക്ഷ്യം. ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മാട്രിമോണിയൽ സൈറ്റുകളും സ്ഥാപനങ്ങളും വരെയുള്ള ഒരു നാട്ടിൽ ജീവിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി മേനോൻ എന്ന് പറഞ്ഞപ്പോൾ പലർക്കും കുരു പൊട്ടുന്നത്. പറയുന്ന കേട്ടാത്തൊന്നും ഇതൊന്നും ആരും കേട്ടിട്ടില്ല എന്ന്. ജാതിയും മതവും ഒക്കെ നോക്കിയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികളെ പോലും നിർത്തുന്നത്. എന്നാലും ഈ പറയുന്ന പലരുടെയും ഞെട്ടൽ കാണുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്തൊരു ഇരട്ടത്താപ്പാണ് ഈ മനുഷ്യർക്ക് എന്ന്.